ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ നാസയിലെ കമ്പ്യൂട്ടറുകൾ പോലും പണിമുടക്കിയ നിമിഷം. വെറുമൊരു പേനയും കടലാസും കൊണ്ട് പ്രപഞ്ചത്തിന്റെ കണക്കുകൂട്ടലുകൾ നടത്തി ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ച ഒരു മനുഷ്യൻ. അതെ, 1969 അപ്പോളോ വിക്ഷേപണത്തിന് തൊട്ടുമുമ്പ് കമ്പ്യൂട്ടർ തകരാറിലായപ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് സാങ്കേതികവിദ്യയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്ന് തെളിയിച്ച ആഗോള ഗണിതശാസ്ത്ര പ്രതിഭയായിരുന്നു ബീഹാറിലെ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായി ജനിച്ച ഡോക്ടർ വശിഷ്ഠ നാരായൺ സിംഗ്. പാട്ന സയൻസ് കോളേജിൽ അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൗമാരപ്രായത്തിൽ തന്നെ അമേരിക്കയിലെ പ്രശസ്തമായ ബെർക്കലി യൂണിവേഴ്സിറ്റിയിലെത്തി സൈക്ലിക് വെക്ടർ സ്പേസ് തിയറിയിൽ PhD നേടിയ അദ്ദേഹം ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തെ പോലും വെല്ലുവിളിക്കുവാൻ ധൈര്യം കാണിച്ചു. അമേരിക്കയിലെ പണവും പ്രശസ്തിയും വേണ്ടെന്ന് വെച്ച് മാതൃരാജ്യത്തെ വിദ്യാർത്ഥികളെ സേവിക്കുവാൻ IIT കാൺപൂരിലേക്കും TIFRലേക്കും മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് പക്ഷേ വിധി കാത്തുവച്ചത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. വ്യക്തിജീവിതത്തിലെ തകർച്ചകളെ തുടർന്ന് സിക്സോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന്റെ പിടിയിലായ അദ്ദേഹം പിന്നീട് 4 വർഷത്തോളം നാടുമായി ബന്ധമില്ലാതെ ആർക്കും അറിയാത്ത വേഷത്തിൽ തെരുവിൽ അലയേണ്ടി വന്ന കാഴ്ച ലോകത്തെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തി. ഒരു കാലത്ത് ലോകം ആദരിച്ച ആ മഹാപ്രതിഭ സമൂഹത്തിന്റെയും ഭരണകൂടങ്ങളുടെയും അവഗണനയുടെ കൈപ്പേറിയ നാളുകൾ താണ്ടി 2019 നവംബർ 14 ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മരണാനന്തര ബഹുമതിയായി 2020 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി ലോകത്തിന്റെ നെറുകയിലെത്തിയ ഡോക്ടർ വശിഷ്ഠ നാരായൺ സിംഗിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ബാഹ്യമായ സാഹചര്യങ്ങളോ രോഗങ്ങളോ എന്തുമാകട്ടെ, നിങ്ങളുടെ ഉള്ളിലെ കഴിവ് ലോകത്തെ മാറ്റിമറിക്കുവാൻ പോന്നതാണെങ്കിൽ ചരിത്രം നിങ്ങളെ എക്കാലവും ഓർക്കുക തന്നെ ചെയ്യും. കാരണം പ്രതിഭകൾക്ക് മരണമില്ല, അവർ ചിന്തകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും.